പണ്ടൊരു നാൾ ഡൽഹിയിലെ ജഹാംഗീർപുരിയിൽ ബൃന്ദ കാരാട്ട് ഒരു കാഴ്ച കണ്ടു. ബുൾഡോസറുകൾ ഇടച്ചു നിരത്തുന്ന വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ടൊരു കൊച്ചു പെൺകുട്ടി ഓടിക്കയറുന്നു. യന്ത്രക്കൈകൾ വലിച്ചു കീറിയ പുസ്തകക്കെട്ടുകൾ തേടിയാകാമെന്ന തിരിച്ചറിവിൽ പാഞ്ഞെത്തുന്ന ബുൾഡോസറിന് മുന്നിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു നിപ്പുണ്ട് വൃന്ദ. അവരുടെ നീണ്ടുനിന്ന ചൂണ്ടുവിരലിന് മുന്നിൽ അധികാരത്തിന്റെ ഭീമൻ യന്ത്രം നിശ്ചലമായി എന്ന് നമ്മുടെ സൈബർ ഇടങ്ങളിൽ വൃന്ദയുടെ നീട്ടിപ്പിടിച്ച ചൂണ്ടുവിരൽ നിറഞ്ഞു നിന്നു. വൃന്ദ കാരാട്ട് ഇന്നും വിരൽ ചൂണ്ടുന്നുണ്ട്. അധികാരത്തിനു നേരെ തന്നെ അസന്നിഗ്ധമായി പറയുന്നുണ്ട്, ആരോപണ വിധേയരെ പരിരക്ഷിക്കാൻ നിങ്ങൾക്കാകാമെങ്കിൽ ഞങ്ങൾക്കുമാകാമല്ലോ എന്ന നിലപാട് പാടില്ല എന്ന്. മുകേഷ് രാജിവെക്കണമോ വേണ്ടയോ എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പറയുമെന്നാണ് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. ആദ്യ നിലപാട് പറഞ്ഞവരിൽ ഒരാൾ ആനി രാജയാണ്, CPIയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം. ഒരു നിമിഷം പോലും മുകേഷ് തൽസ്ഥാനത്ത് തുടരരുത് എന്ന്. ബിനോയ് വിശ്വത്തിന്റെ മറുപടി, കേരളത്തിന്റെ കാര്യം പറയേണ്ടത് ഇവിടുത്തെ പാർട്ടിയും പാർട്ടി സെക്രട്ടറിയായ ഞാനുമാണ് എന്നാണ്. അങ്ങനെ കുറച്ചു കാണാൻ പഠിച്ചിട്ടില്ല എന്നതാണ് ആനി രാജയും വൃന്ദ കാരാട്ടും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഔന്നത്യം. അവരെ തന്നെ കുറച്ചു കാണാൻ പഠിച്ചയിടത്താണ് പട്രിയാർക്കി. പൊളിറ്റിക്സിലും അത്രമേൽ പ്രകടമായി അധികാരമാളുന്നത്. തീരുമാനമെടുക്കാൻ ആണുങ്ങളുണ്ടെന്നാണോ? തിരുത്താൻ തലയെടുപ്പിലെ വനിതാ നേതാക്കൾക്ക് തള്ളിപ്പറയുന്നത് മുഴുവൻ സ്ത്രീകളെയുമോ? പാർട്ടിയിലും പാട്രിയാർക്കിയോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ഡോക്ടർ പ്രേംകുമാർ, ഇടത് സഹയാത്രികൻ; അഡ്വക്കേറ്റ് അബിൻ വർക്കി, കോൺഗ്രസിൽ നിന്ന്; ശ്രീമതി പ്രമീള ദേവി, BJP-യിൽ നിന്ന്; രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ MN കാരശ്ശേരിയും പൊതുപ്രവർത്തക ശ്രീ VP സുഹറയും നമ്മളോടൊപ്പം ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീമതി VP സുഹറാങ്ങിക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീമതി VP സുഹറ, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നതിന്റെ നിരന്തരമായ വാർത്തകൾ വരുന്ന സമയത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. ഇടത് രാഷ്ട്രീയത്തിൽ ഊന്നി നിന്നുകൊണ്ട് സ്ത്രീ വിഷയങ്ങളിലെങ്കിലും, ഞാനത് എൻ്റെ കാഴ്ചപ്പാടായിട്ടല്ല പറയുന്നത്, ഇത്തരം മറുപടികൾ കാണുമ്പോൾ ഇതാണോ കാഴ്ചപ്പാട് എന്ന സംശയത്തിൽ നിന്ന് ചോദിക്കുന്നതാണ്. ഈ നിലപാട് പറയാൻ ഏറ്റവും ആധികാരികമായി പറയാൻ കഴിയുന്ന രണ്ട് സ്ത്രീകൾ തിരുത്തണമെന്ന് പറയുന്നുണ്ട്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം, പാർട്ടി അതിന് നിലപാടെടുക്കണമെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേൾക്കാതെ പോകുന്നത്? ആണധികാര രാഷ്ട്രീയത്തിൻ്റെ ഇരകളാണ് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആണധികാര രാഷ്ട്രീയത്തിൻ്റെ കളിയാണിത് നടത്തുന്നത്. സ്ത്രീകൾക്ക് യാതൊരു വോയിസും ഇല്ല. കാരണം അവർ പറഞ്ഞപ്പം, ആനി രാജ പറഞ്ഞാലും പിന്നെ അതുപോലെ വൃന്ദ കാരാട്ട് പറയുന്നതിനൊന്നും യാതൊരു വിലയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെന്തുകൊണ്ടാണ് ഈ പ്രാതിനിധ്യം, സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കാത്തത്. ഇത് ഇവരുടെ പിന്നെ കസ്റ്റഡിയിലാണ്. ഇപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നടക്കുന്ന സംഭവം തന്നെ ഇത് തന്നെയാണ്. അതാണ് പറഞ്ഞത്. ഇപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് തന്നെ ദിവസങ്ങളായി. എന്നിട്ട് ഇത്തരം പിന്നെ മോശമായ രീതിയിൽ ശരിക്കും നാണം തോന്നും. നാണം കെട്ടിരിക്കുകയാണ് ജനങ്ങൾ. സമൂഹത്തിന് മുമ്പിൽ നമ്മൾ ഇനി നാണം കെടാനൊന്നും ബാക്കിയില്ല. ആ രീതിയിൽ കുറ്റാരോപിതർ മാത്രമല്ല, പ്രതി ചേർക്കപ്പെട്ട ആളുകളെ കൂടി സംരക്ഷിക്കാൻ അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ ഇവരൊക്കെ സംരക്ഷിക്കപ്പെടുക ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് സുരക്ഷിതത്വം? ആരടുത്താണ് പോകേണ്ടത്? അപ്പം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ MLA-യെ ഇങ്ങനെ ഇവർ പിന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? കാരണം ഇത് സ്ത്രീകളോട് കാണിക്കുന്ന, സ്ത്രീ സമൂഹത്തോട് കാണിക്കുന്ന ക്രൂരമായ നിലപാടാണെന്നാണ് ഞാൻ പറയുന്നത്. ആനി രാജയാകട്ടെ വൃന്ദ കാരാട്ടാവട്ടെ, തികഞ്ഞ രാഷ്ട്രീയ ബോധ്യമുള്ള, എങ്ങനെയാണ് രാഷ്ട്രീയത്തെ കാണേണ്ടത് എന്ന നല്ല ബോധ്യമുള്ള, ഒരു സംവരണത്തിന്റെയും സഹായമില്ലാതെ കൃത്യമായ രാഷ്ട്രീയത്തിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തനങ്ങളിലൂടെ, സമരങ്ങളിലൂടെ തല്ലുകൊണ്ടൊക്കെ വളർന്നു വന്ന നേതാക്കളാണ്. അനിരാജ ഡൽഹിയുടെ തെരുവിൽ കിടന്ന് തല്ലുകൊണ്ടിട്ടുണ്ട് പോലീസിന്. അവർക്കൊരു കാര്യത്തിന്റെ രാഷ്ട്രീയം അറിയാത്തത് കൊണ്ടാണോ അവരതിൽ പറയുന്നത്? അപ്പോൾ ആ നിലപാട് അംഗീകരിക്കാൻ, അതിന് വില കൊടുക്കാൻ ഒക്കെ തയ്യാറാവേണ്ടവരല്ലേ? അതെ, തീർച്ചയായും സ്ത്രീകൾക്ക് വോയിസ് ഇല്ല എന്ന് പറഞ്ഞത് ഞാൻ അതാണ്. അധികാര കേന്ദ്രങ്ങളിൽ എല്ലാം പുരുഷന്മാരാണ്. അവർക്ക് ഇപ്പം പിന്നെ പ്രാതിനിധ്യം 33% പ്രാതിനിധ്യം പറഞ്ഞാൽ പോലും ആരും തന്നെ അത്, ഒരു രാഷ്ട്രീയ പാർട്ടികളും ആ രീതിയിൽ സ്ത്രീകളെ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള സ്ത്രീപീഡകരെയൊക്കെ സംരക്ഷിക്കുമ്പം അതിന് ഉത്തരവാദിത്തപ്പെട്ട സ്ത്രീകളാണ് അവർ രണ്ടുപേരും സംസാരിച്ചത്. അവരുടെ വായാണ് അടക്കുന്നത്. അവരെന്തിന് പറയണം? ഞങ്ങളില്ലേ ഇവിടെ പറയാൻ എന്നാണ് ഈ CPM-ന്റെയും CPI-ന്റെയും നേതാക്കൾ പറയുന്നത്. അധികാര കേന്ദ്രങ്ങളിൽ ഇവർക്ക് മാത്രമേ പറയാൻ അധികാരമുള്ളൂ. അവരുടെ വാക്കുകളാണ്.
അപ്പോൾ സ്ത്രീകൾ പിന്നെ എന്തിനാണ് ഇവരൊക്കെ കൂടെ നിൽക്കുന്നത്? സ്ത്രീകളായിട്ട് നമ്മൾ സ്ത്രീകളെ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണോ? സ്ത്രീകളുടെ വോട്ട് വാങ്ങാം, എന്നിട്ട് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് വരുമ്പം അവരെ സംരക്ഷിക്കുക. ഇതിൻ്റെ അല്ല, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ആരെങ്കിലും ആരോപിതരായതുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാം, അല്ലെങ്കിൽ ആ കുറ്റവാളികളായാൽ അവരെ സംരക്ഷിക്കാം. അതാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അത് മാത്രം, അതിനാണോ നമ്മളിങ്ങനെ ഇവരൊക്കെ അധികാരം കൊടുത്ത് പിന്നെ അങ്ങനെ സംവരണ സീറ്റുകളിൽ മത്സരിക്കാൻ ഞങ്ങളൊക്കെ അത്യാവശ്യം പുരോഗമന രാഷ്ട്രീയ പ്രസ്താവനമായതുകൊണ്ടും ഞങ്ങൾക്ക് വനിതാ വിങ്ങുകൾ ഉള്ളത് കൊണ്ടും അതിൻ്റെ ദേശീയ നേതൃത്വത്തിൽ സ്ത്രീകൾ തന്നെ വേണം എന്നുള്ളത് കൊണ്ടും പിന്നെ ഈ പറയുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഒരു പ്രാതിനിധ്യം, ഒരു മുഖം എന്ന രീതിക്ക് മുന്നോട്ട് വെക്കാനും ഒക്കെ കുറച്ച് സ്ത്രീകൾ വേണം എന്നുള്ളത് കൊണ്ട് കുറച്ച് സീറ്റുകൾ, കുറച്ച് പ്രാതിനിധ്യം, കുറച്ച് പദവികൾ എന്നുള്ളത് അനുവദിച്ചു കൊടുക്കാം എന്ന ഇടത്തേക്ക് മാത്രം ചുരുക്കപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നോക്കൂ, ഈ രണ്ട് സ്ത്രീകളും, ബൃന്ദ കാരാട്ടും ആനി രാജയും, അവർ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം കാലങ്ങളായി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന, എന്തിന് പലയിടങ്ങളിൽ എനിക്ക് തോന്നുന്നു അനിരാജ മാവോയിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് കേസുകളും മർദ്ദനവും വരെ ഏറ്റുവാങ്ങിയിട്ടുള്ള സ്ത്രീ നേതാവാണ്. അപ്പോൾ അവർ പറയുന്നിടത്ത്, അവർ പറയുന്നതിലൊരു കാര്യമുണ്ട് എന്ന് ചെവി കൊടുക്കാൻ കഴിയാത്ത എന്ത് ബോധ്യമായിരിക്കാം ഇവരെ നയിക്കുന്നത്? മാധു, ഇതിൽ ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ഇത്രയും പ്രധാനപ്പെട്ട ഈ റിപ്പോർട്ട് 4.5 കൊല്ലം പൂഴ്ത്തിവെച്ചത് ഒരു ക്രിമിനൽ കുറ്റമല്ലേ എന്നാണ്. 4.5 കൊല്ലം ഈ റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിൽ വെച്ചു. ഇപ്പോ ഇത് ബോധം തുറന്ന് പുറത്തു വന്ന, കുടം തുറന്ന് പുറത്തു വന്ന ഭൂതത്തിന്റെ മാതിരി എല്ലാവരെയും ഭീതിപ്പെടുത്തുകയാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, 15 പേരുള്ള ഒരു ഗ്രൂപ്പ്, ഒരു ടീം, ഒരു പവർ ടീം അവിടെ ഉണ്ടെന്ന് പറയുന്നു. അവരുടെ പേരെന്താ പുറത്തു വരാത്തത്? ഒരു അക്രമം നടന്നാൽ ഇരയുടെ പേര് ഒളിച്ചു വയ്ക്കുന്നതിനൊരു, പുറത്തു വരാതിരിക്കുന്നതിനൊരു മാന്യതയുണ്ട്. ആ സംരക്ഷണ നിയമം അവർക്ക് കൊടുക്കുന്നുണ്ട്. നേരെ മറിച്ച് കുറ്റവാളിക്ക് ആ സംരക്ഷണമില്ല. ആ 15 പേരെന്താ വെളിപ്പെടുത്താത്തത്? അപ്പോ സംസ്ഥാന ഗവൺമെന്റ് ഇത്തരം ഒരു റിപ്പോർട്ട്, എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ വെച്ചത്. ആ വെച്ചപ്പോ അതിന്റെ പേര് കമ്മീഷൻ എന്നായില്ല, കമ്മിറ്റി എന്നാക്കി. അവിടെ തന്നെ ഒരു കൃത്യമായ കള്ളത്തരമുണ്ട്. കമ്മീഷനാണെങ്കിൽ അതിന് ജുഡീഷ്യൽ അധികാരം ഉണ്ടാവുമായിരുന്നു. അത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞു. മാത്രല്ല, ആ റിപ്പോർട്ട് 4.5 കൊല്ലം പൂഴ്ത്തിവെച്ചു. ഇപ്പൊ പുറത്ത് വിട്ടത് എങ്ങനെയാണ്? കേരള ഹൈക്കോടതിയുടെയും വിവരാവകാശ കമ്മീഷന്റെയും ഒക്കെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെയാണ്. അതിൽ തന്നെ പല പേജുകളും പുറത്തു വന്നിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, 15 പേരുടെ ഒരു പവർ ടീം ഉണ്ട് എന്നാണ് ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തല്. ആ പേര് നമുക്കറിയില്ല. അതിനുള്ളൊരു കഷ്ടം എന്താ വെച്ചാൽ അതിൽ പ്രമുഖ നടന്മാരെന്ന് പറയും. അപ്പൊ അതിൽ കുറ്റവാളികളല്ലാത്തവരെയും കൂടി നമ്മൾ സംശയിക്കും. കുറ്റവാളികൾ ആ കൂടെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പൊ സർക്കാർ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, ഈ 4.5 കൊല്ലം ഇത് പൂഴ്ത്തിവെച്ചതിന് കേരള ജനതയോട് മാപ്പ് പറയണം. അതായത് ഈ കമ്മിറ്റിയെ നിയോഗിച്ചതും ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതുമൊക്കെ എന്തോ വലിയ ഇച്ഛാശക്തിയുടെ പരിണിത ഫലമാണെന്ന് അഭിമാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടൻ പൃഥ്വിരാജ് വന്ന് മാസ് ഡയലോഗ് അടിച്ചിട്ട് പോകുന്ന സമയത്ത് പറഞ്ഞത്, ഇങ്ങനെയൊരു സംഭവം ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാകുന്നത് സിനിമാ മേഖലയിലാണ് എന്ന് കാലം രേഖപ്പെടുത്തും, അത് സിനിമാ മേഖലയിലാണെന്ന് കാലം നിങ്ങളെ ഓർമ്മപ്പെടുത്തും എന്നൊക്കെയാണ്. കേരളത്തിലെ സിനിമാ മേഖലയിലാണ് നമ്മുടെയൊക്കെ ആരാധനാപാത്രമായ ഒരു നടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് പെരുവഴിയിൽ ഒരു ഓടുന്ന വാഹനത്തിനുള്ളിൽ എന്നുള്ളത് കൂടി ചരിത്രം രേഖപ്പെടുത്തും എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇച്ഛാശക്തിയുടെ പ്രകടനവും ഈ പറയുന്ന കാലം രേഖപ്പെടുത്തുമെന്ന സുവർണ ലിപിയും ഒക്കെ എടുത്ത് വീശി അറിയുന്നത്. അതെ മാധു, ആ നിർഭാഗ്യകരമായ സംഭവം നടന്നിട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7 കൊല്ലമായി. 7 കൊല്ലം. ആ പെൺകുട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ എത്ര വൈകി സിനിമാ രംഗം, എത്ര കുറച്ചു പേര് അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അറിഞ്ഞിട്ടുള്ളൂ എന്നുകൂടി ശ്രീ പൃഥ്വിരാജ് ഓർമ്മിക്കേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പോ രാജിവെച്ചു പ്രധാനപ്പെട്ട 2 പേര്. ഒന്ന്, അമ്മയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന്
സിദ്ദീഖ് രാജിവെച്ചു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നമ്മുടെ രഞ്ജിത്ത് രാജിവെച്ചു. അവര് പേരിൽ ക്രിമിനൽ കേസ് ഉണ്ട്. അതിലേക്കൊന്നും ഗവൺമെന്റ് പോകുന്നില്ല. തുടർന്ന് നടപടികൾ വേണം. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ക്രിമിനൽ കുറ്റങ്ങളാണ്. പിന്നെ ഇപ്പോ വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണുന്ന ഒക്കെ വിശ്വസിക്കാൻ വയ്യ. അനവധി ആളുകളെ പറ്റി അനവധി വിവരണങ്ങള്, പരാതികള്, സങ്കടങ്ങള്, പ്രതിഷേധങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഏതൊക്കെ സത്യമാണ് അസത്യമാണ് നമുക്ക് അറിഞ്ഞുകൂടാ. അതറിയാൻ നമുക്ക് അവകാശമുണ്ട്. അപ്പൊ ഗവൺമെന്റ് അതിനെപ്പറ്റി ഇപ്പൊ മൗനം പാലിക്കുക ചെയ്യുന്നത്. അങ്ങനെ മൗനം പാലിക്കാൻ പാടില്ല. സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിന് മൗനം പാലിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ വകുപ്പാണ് ഈ സിനിമ. അപ്പോ ഇവിടെ ഇപ്പോ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാല്, ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജ് ഒരു പത്രപ്രവർത്തകയായിരിക്കെ ഇന്ന് ഏറ്റവും വലിയ ആരോപണങ്ങൾ നേരിടുന്ന കൊല്ലം MLA മുകേഷിന്റെ ആദ്യ ഭാര്യ സരിതയായിട്ട് അവർ നടത്തിയ ഇന്റർവ്യൂ ഉണ്ട്. അതൊക്കെ ഇപ്പോ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തരംഗമാണ്. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന ആളുകളെ പറ്റി ബോധ്യമില്ല എന്ന ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ക്രിമിനൽ കുറ്റങ്ങളാണ്. അതൊന്നും മൗനം കൊണ്ട് ഇല്ലാതെയാക്കാൻ കഴിയുന്നതല്ല. അത് എത്ര കൊല്ലം കഴിഞ്ഞാലും ആ കുറ്റം നിലനിൽക്കുന്നതാണ് ഈ നാട്ടിലെ നിയമം. അപ്പൊ ആ പെൺകുട്ടികൾ ആരോപണം പറഞ്ഞാൽ ആ ആളുകൾക്കെതിരായിട്ട് കേസെടുക്കുകയും FIR ഇടുകയും ആവശ്യമുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുകയും നടപടി എടുക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. ഇതിപ്പോ കേരള ഗവൺമെന്റ് എന്തോ വലിയ അത്ഭുതം കാണിച്ചു, ഇത് പുറത്തുവിട്ടു. പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ കേരള ഗവൺമെന്റിന്റെ വലിയ കുറ്റമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഇപ്പോ മുകേഷിനെ പോലുള്ള പലരും, രഞ്ജിത്തിനെ പോലുള്ള പലരും ഒരു പ്രത്യേക പാർട്ടിക്കാർ CPM-കാരാണ് എന്നുള്ള ഒരു പ്രത്യേക പരിഗണന അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കാനാണ് യുക്തി. ശരി, കാരണം അങ്ങനെ ചിന്തിക്കുന്ന ഇടത്താണ് സർക്കാർ നിലപാട് വ്യക്തമാക്കേണ്ടത്. ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കാനില്ല, അതുകൊണ്ട് തന്നെ ഈ നിലപാട് സ്വീകരിക്കേണ്ടതില്ല, കൃത്യമായി സർക്കാർ ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു പോകേണ്ടത്. ഇവിടെ നോ കമന്റ്സ് എന്ന് പറയുന്ന ഉത്തരം പറഞ്ഞു പോവുകയല്ല മന്ത്രി ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡോക്ടർ പ്രേംകുമാർ, കഴിഞ്ഞ ദിവസം ഇപ്പോൾ കരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ ശ്രീ മുകേഷിന്റെ മുൻ ഭാര്യ സരിത, നമുക്കൊക്കെ അറിയാവുന്ന അഭിനേത്രി, അവരൊരു ദിവസം ഈ പറയുന്ന ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ മന്ത്രിയായിരുന്ന വീണ ജോർജിനോട് അന്ന് പറഞ്ഞൊരു കാര്യം, ഒരു ദിവസം അവർ കരയുമ്പോൾ നിങ്ങൾ നടിയാണല്ലോ എന്ന് അടക്കം പരിഹസിച്ചിട്ടുണ്ടെന്നാണ്, അവരെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ്. ശരി, അങ്ങനെയുള്ള പല കാര്യങ്ങൾ അതൊരു വശത്ത്, അത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തരംഗമാകുന്നു. മറ്റൊന്ന് എന്ന് പറയുന്നത് CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, CPI-യുടെ പ്രധാനപ്പെട്ട നേതാവ് ബൃന്ദ കാരാട്ടും ആനി രാജയും ആവർത്തിച്ചു പറയുന്ന നിലപാട് എന്ന് പറയുന്നത് CPM-ന് അങ്ങനെ നിങ്ങൾക്കാകാമെങ്കിൽ ഞങ്ങൾക്കും ആകാമല്ലോ എന്ന പ്രിവിലേജ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ പ്രിവിലേജ്, അങ്ങനെ ആ ഒരു ബൈനറിയിൽ ഒളിച്ചിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആ തോന്നൽ ഇവിടെ ഉണ്ടാകാതെ പോകുന്നത്? LDF കൺവീനറാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് കോൺഗ്രസ് MLA-മാർ രാജിവെച്ചില്ലല്ലോ, ഞങ്ങൾക്ക് രാജിവെക്കേണ്ട കാര്യമില്ല എന്ന്. മാധു, എൻ്റെ ടാഗ് ഇടത് സഹയാത്രി എന്നായതുകൊണ്ട് തന്നെ ഏറ്റവും എന്താ പറയുക പോയിന്റഡ് ആയിട്ടുള്ള കാര്യം ആദ്യം പറയട്ടെ. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഹീറ്റഡ് ആയി ഡിസ്കസ് ചെയ്യപ്പെടുന്ന മുകേഷിന്റെ രാജി എന്നുള്ള കാര്യത്തിൽ വൈകുന്ന ഓരോ നിമിഷവും കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഷോർട്ട് ടേമിലും ലോങ് ടേമിലും വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക എന്നുള്ളതും മുൻപുള്ള കോൺഗ്രസിന്റെ മാതൃകകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹത്തെ എന്താ പറയുക സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്നും വളരെ കൃത്യമായി പലതവണ പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. അത് തന്നെ ഇപ്പവും പറയുന്നു, ആ കാര്യം പറഞ്ഞുവല്ലോ. ഇനി നിങ്ങൾ മാധുവിന്റെ ചോദ്യത്തിന്റെ ആംഗിളിനോടോ ഇതിന്റെ തൊട്ട് മുന്നേ സംസാരിച്ച രണ്ടുപേരുടെ പെർസ്പെക്റ്റീവിനോടോ എനിക്ക് യോജിപ്പില്ല എന്ന് പറയട്ടെ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. ആനി രാജ പറഞ്ഞ കാര്യം മുകേഷ് രാജിവെക്കണം എന്നാണ്. സഖാവ് ബിനോയ് വിശ്വം പറഞ്ഞത് CPI-ക്ക് ഒരു നിലപാടേ ഉള്ളൂ, കേന്ദ്രത്തിൽ ഒരു നിലപാട്, ഇവിടെ വേറൊരു നിലപാട് എന്നില്ല, CPI-ക്ക് ഒരു നിലപാടേ ഉള്ളൂ എന്നാണ്. അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ കാര്യങ്ങളിൽ അവസാന വാക്ക് ഞാനാണ് പറയാ, സെക്രട്ടറിയാണ് പറയാ. പക്ഷെ CPI അതിൻ്റെ അകത്ത് അവസാന വാക്ക് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുള്ളത് CPI-യും CPM-ഉം തമ്മിൽ ഈ കാര്യത്തിൽ തർക്കമില്ല എന്നാണ്. ബൃന്ദ കാരാട്ട് എവിടെയെങ്കിലും പറഞ്ഞതല്ല, CPIM-ന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവരുടെ ആർട്ടിക്കിൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അത് ചെയ്തില്ലേ, ഞങ്ങൾ ഇത് ചെയ്തില്ലല്ലോ, ഇത്രയല്ലേ ചെയ്തുള്ളൂ എന്നുള്ള ന്യായം പറയരുത് എന്നുള്ളത് CPIM-ന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. അത് CPIM-ന്റെ നിലപാട് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ നിമിഷം വരെയും
മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് CPIM-ന്റെ ഒരു ഉത്തരവാദപ്പെട്ട നേതാവിൽ നിന്നും വന്നിട്ടില്ല. ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം ഡോക്ടർ പ്രേംകുമാർ ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം ഈ കൗൺസിലൊക്കെ ചേർന്നതിന് മുൻപ് അദ്ദേഹം വ്യക്തിപരമായി മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പറഞ്ഞത് LDF കൺവീനർ ഏത് വാക്കുകൾ ഉപയോഗിച്ചോ അതേ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക്, കോൺഗ്രസിന്റെ MLA-മാർ നേരത്തെ ഈ പറയുന്ന ആരോപണം കേട്ടപ്പോൾ രാജിവെച്ചില്ല, ഇവിടെയും തിടുക്കം ആവശ്യമില്ല, കാത്തിരിക്കാം എന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം വ്യക്തിപരമായി സ്വീകരിച്ചത്. അപ്പോൾ മാത്രമല്ല ഇതിൽ അദ്ദേഹം പറയുന്നത് CPIക്ക് അവിടെ ഒരു അഭിപ്രായമുണ്ട്, ഇവിടെ ഒരു അഭിപ്രായം എന്നുള്ളതില്ല. പക്ഷേ CPIക്ക് അവിടെ ഒരാൾ പറഞ്ഞു ഇവിടെ ഒരാൾ പറഞ്ഞു എന്ന് പറയേണ്ട കാര്യമില്ല എന്ന് കൂടി പറയുന്നുണ്ട്. അത് അവിടെയും ഇവിടെയും ആരും പറയേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ്. അല്ല, അത് നിങ്ങൾ അങ്ങ് അസെർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെയല്ല, ഞാൻ കേട്ടത് അങ്ങനെയല്ല. CPIയുടെ അഖിലേന്ത്യാ നേതാവാണ് ആനി രാജ. CPIക്ക് കേന്ദ്രത്തിൽ ഒരു നിലപാടും ഇവിടെ ഒരു നിലപാടും എന്നല്ല. ഈ വിഷയത്തിൽ CPIക്ക് ഒരു ഇടതുപക്ഷ നിലപാടും CPM-ന് വേറൊന്നും എന്നുമല്ല. അതായത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന് ഒരു പ്രഖ്യാപനവും ഒരു തീരുമാനവും വന്നിട്ടില്ല. അതിൽ ഡിലേ വരുന്നുണ്ട്. ഡിലേ വരുന്നതിൽ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആങ്ഷ്യസ് ആണ്. പക്ഷെ എൻ്റെ ആങ്സൈറ്റി എന്നുള്ളത് ഈ ഇനീഷ്യേറ്റീവ് മുഴുവൻ, നിങ്ങൾ പൃഥ്വിരാജിന്റെ കമന്റിനെ ചെറുതായി എന്താ പറയുക ട്രോളിക്കൊണ്ട് പറഞ്ഞല്ലോ. പൃഥ്വിരാജ് പറഞ്ഞതടക്കം ഇന്ത്യയിലെ സിനിമാ ഹിസ്റ്ററിയിലെ ആദ്യത്തെ സംഭവമാണിത്. അതാ ബംഗാളി നടിയും ഇന്ന് റിപ്പോർട്ടർ ചാനലിനോടാണ് സംസാരിച്ച പഴയ നമ്മളെ വൈശാലിയിലെ നായികയും പറയുന്നുണ്ടായിരുന്നു, എല്ലാ ഇൻഡസ്ട്രിയിലും സിനിമയുടെ എല്ലാ ഭാഷയിലും ഇതേ സംഗതികൾ ഉണ്ട്, പക്ഷെ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. ഇത് മലയാള സിനിമയ്ക്കും മലയാളിക്കും നാണക്കേടുണ്ടാക്കി എന്നുള്ള വാദത്തിനോടും എനിക്ക് ഒരു കാരണവശാലും യോജിപ്പില്ല. നാണക്കേടുണ്ടാക്കി എന്നുള്ളതല്ല. പക്ഷേ നമുക്കറിയാം ഇന്ത്യയിലെ എല്ലാ സിനിമാ മേഖലകളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഈ ടോളിവുഡിലാണെങ്കിലും എവിടെയാണ് എങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലരും അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഉണ്ടായത് എന്ന് പറയുന്നത് ഒരു താരതമ്യവുമില്ലാത്തൊരു ക്രൈമാണ് അല്ലേ ഡോക്ടർ പ്രേംകുമാർ? അത് അതിജീവിതയായ നടി ഒരു വാഹനത്തിൽ പെരുവഴിയിൽ നേരിടേണ്ടി വന്ന കടുത്ത പീഡനം ആ സാഹചര്യത്തിലാണ് എന്നുള്ളത് മറന്നുകൊണ്ടാണ് ഈ പറയുന്ന രാഷ്ട്രീയമായ ഇച്ഛാശക്തി പ്രകടനവും ഈ പറയുന്ന ചരിത്രം രേഖപ്പെടുത്തുമെന്ന് പറയുന്ന ആത്മവിശ്വാസവും ഒക്കെ അത് മറന്നുകൊണ്ടാണ് എന്നിടത്താണ്. അല്ലാതെ ഇവരാരും ഇറങ്ങിപ്പോയി അയ്യോ ഞങ്ങളുടെ സിനിമയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പഠിച്ചേക്കണേ എന്ന് പറഞ്ഞ് ഇനീഷ്യേറ്റീവ് എടുത്തതല്ല. എക്സ്ട്രീംലി സോറി, അങ്ങനെയല്ല മാധു. മുമ്പും സിനിമയിലും കേരളത്തിലും സ്ത്രീകൾ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അട്രോസിറ്റീസിന് വിധേയരായിട്ടുണ്ട്. പക്ഷേ ആ കേസിൽ 2017 നടന്ന ആ കേസിൽ ആ നടി സധൈര്യം ചെറുത്തു നിന്നു, നോ പറഞ്ഞു. അവരുടെ കൂടെ WCC എന്ന് പറഞ്ഞൊരു കൂട്ടവും കേരളത്തിലെ പൊതുസമൂഹവും മാധ്യമങ്ങളും അപ്പോൾ കേരളം ഭരിച്ചിരുന്ന, ഇപ്പോഴും കേരളം ഭരിക്കുന്ന LDF സർക്കാരും അന്നത്തെയും ഇന്നത്തെയും മുഖ്യമന്ത്രിയായ പിണറായി വിജയനും കട്ടയ്ക്ക് നിന്നു എന്നിടത്ത് നിന്നാണ് ഈ കമ്മിറ്റി രൂപീകരിക്കുന്നത്, ഈ റിപ്പോർട്ട് ഉണ്ടാവുന്നത്, ദിലീപ് ജയിലിൽ കിടക്കുന്നത്. ഇതൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി ചേഞ്ചസ് തന്നെയാണ്. പക്ഷെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമുണ്ടായ ഡിലേ എന്നുള്ളത് അത് ശ്രദ്ധക്കുറവാണ്, ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു എന്ന് തന്നെ വിമർശന ബുദ്ധിയോടെ ഇടതുപക്ഷത്തിന്റെ കൂടെ തന്നെ നിന്നുകൊണ്ട് ഏക പ്രതീക്ഷ ഇടതുപക്ഷമാണെന്ന് ഉറച്ച ബോധ്യത്തിൽ തെളിച്ചു തന്നെ പറയുന്ന ആളാണ് ഞാൻ. നിങ്ങളുടെ ആംഗിളിനോട് യോജിക്കാൻ പറ്റില്ല. ഇടതുപക്ഷ ഗവൺമെന്റ് രണ്ടാം പിണറായി സർക്കാർ ഈ കാര്യത്തിൽ എടുത്ത തീരുമാനങ്ങളിൽ ആ മെല്ലെപ്പോക്കിൽ വിയോജിപ്പുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്ന നെഗറ്റീവ് സാധനത്തിനോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല. മാത്രമല്ല കോൺഗ്രസിന് ഇതിനകത്തുള്ള താല്പര്യം എന്നുള്ളത് ഒരു ശതമാനം പോലും സത്യസന്ധത ഇല്ലാത്തതാണ്. കാരണം ഇതിനേക്കാൾ ഗ്രേവ് ആയിട്ടുള്ള കേസുകളിൽ എന്താ പറയാ ആ കുറ്റാരോപിതരായിട്ടുള്ള 2 MLA-മാരെ സഭയിൽ ഇരുത്തിയിട്ടാണ് ഇപ്പുറത്തെ മുകേഷിനെ ചോദിക്കാം. നമ്മുടെ സിനിമാ മേഖലയിൽ ഇങ്ങനെ ഒന്ന് നടന്നത്, അതായത് ഇങ്ങനെ ഒരു അന്വേഷണ കമ്മിറ്റി വെച്ചതും അതിന്റെ തീരുമാനങ്ങൾ പഠിക്കാൻ ശ്രമിച്ചതും ആ റിപ്പോർട്ട് പുറത്തു വരികയും അതിൽ കൃത്യമായ നടപടി എടുക്കുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നത് ഒരു സർക്കാരും, ഞാൻ ആവർത്തിച്ച് പറഞ്ഞു എന്റെ നിലപാട് അതാണ്, അങ്ങേക്ക് വിമർശിക്കാനും പല നിലപാടുകൾ പറയാനുമാണല്ലോ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്, അപ്പൊ അങ്ങേക്ക് വിമർശിക്കാം. പക്ഷേ ഈ പറയുന്നതൊന്നും സ്വതസിദ്ധമായ ഒരു കാര്യമായിട്ട് സംഭവിച്ചല്ല, സ്വാഭാവികമായിട്ട് സംഭവിച്ചല്ല. അതിനൊക്കെ പിന്നിൽ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയുടെ വലിയ വേദന, അത് നമ്മുടെ സമൂഹം കണ്ടു നിൽക്കേണ്ടി വന്നു. നമ്മുടെ സമൂഹത്തിൽ അത്ര വലിയ നിയമരാഹിത്യം ഉണ്ടായി, ഇവിടെ ഇത് ചെയ്യാൻ ധൈര്യമുള്ള ക്രിമിനലുകൾ ഉണ്ടായി. നമ്മുടെ സിനിമാ മേഖലയ്ക്കോ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിനോ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത, എന്നും തള്ളി പറയേണ്ടി വരുന്ന, എന്നും നാണക്കേട് കൊണ്ട് തല കുനിച്ച് നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ നിന്നാണ് ഇതെല്ലാം തുടരുന്നത്. ഒരു സിനിമാക്കാരനും പോയി ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുത്ത കമ്മിറ്റിയല്ല എന്നുള്ളത് പ്രധാനമാണ്. കുറച്ച് സ്ത്രീകളുടെ പോരാട്ടം തന്നെയാണ് അത്. ഒരു സർക്കാരും സിനിമാ മേഖലയിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന ഒരു തിരിച്ചറിവിന്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത കമ്മിറ്റിയുമല്ല, കൃത്യമായ പരാതിയുടെ പേരിലാണ്. ഓക്കെ,
മാധു, നിങ്ങൾ പറയുന്നത് ശരിയല്ല. WCCയുടെ അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്തതിന്റെ പിറകെയാണ് ഈ കമ്മിറ്റി ഉണ്ടാക്കാൻ. അത് ഞാൻ അംഗീകരിച്ചു. ആ കാര്യത്തിൽ നമ്മൾ തമ്മിൽ തർക്കമില്ല. ആ കാര്യത്തിൽ ശ്രീ പ്രേംകുമാർ നമ്മൾ തമ്മിൽ തർക്കമില്ല. ആ കാര്യത്തിൽ നമ്മൾ തമ്മിൽ തർക്കമില്ല അഡ്വക്കേറ്റ് പ്രേംകുമാർ. അതിൽ നമ്മൾ രണ്ടുപേരും ഒരൊറ്റ കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷേ WCCയുടെ അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കാണാനിടയായ കാര്യം നമ്മുടെ നടിയെ ഏൽക്കേണ്ടി വന്ന വലിയ ക്രൈമിന്റെ പേരിലാണ് എന്ന കാര്യം മറന്നുകൊണ്ട് പോകരുത് എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഒരു ക്രൈം ഇവിടെ അരങ്ങേറി എന്നുള്ളത് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇതെല്ലാം എന്ന്. ശരി 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 അഡ്വക്കേറ്റ് അബിൻ വർക്കി, ഈ വിവാദങ്ങളുടെ എല്ലാം തുടക്കം എവിടെ നിന്നാണ്? LDFന്റെ കൺവീനർ വന്നു പറയുന്നത് കോൺഗ്രസിന്റെ 2 MLA-മാർ ഇപ്പോൾ ഡോക്ടർ പ്രേംകുമാർ പറയുന്നു ഇതിനേക്കാൾ ഗ്രേവായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അതിക്രമത്തിന് അങ്ങനെ തൂക്കി നോക്കാമെന്ന് അഭിപ്രായം എനിക്കില്ല അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതിനേക്കാൾ വലിയ പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടും അതിൽ പ്രതി ചേർക്കപ്പെട്ട് നിങ്ങളുടെ 2 MLA-മാർ ഇപ്പോഴും ഉണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് CPM-ന് നേരെ വിരൽ ചൂണ്ടാൻ കഴിയുന്നത്? ഇതിനകത്ത് 2 കാര്യം പറയേണ്ടതുണ്ട്. ഒന്ന്, ഈ വിഷയത്തിൽ ഏറ്റവും ഗുരുതരമായ വീഴ്ച എന്ന് പറയുന്നത് അത് ശ്രീ MN കാരശ്ശേരി മാഷ് പറഞ്ഞതുപോലെയും ശ്രീ പ്രേംകുമാർ വളരെ ആത്മാർത്ഥമായി പറഞ്ഞ ചില കാര്യങ്ങളോടും ഞാൻ യോജിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം 4.5 കൊല്ലമായി ഈ റിപ്പോർട്ട് വൈകിപ്പിച്ചു എന്നുള്ളത് വളരെ ഗ്രേവായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കാരണം അതിനകത്തുള്ള സെക്ഷൽ അലിഗേഷനെ പറ്റി ഒരു അന്വേഷണം നടത്താതെ അതിൻ്റെ അകത്ത് ഈ മേഖലയിൽ നടക്കുന്ന സെക്ഷൽ അലിഗേഷൻ തുടരട്ടെ എന്ന് ഒരു സർക്കാർ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 4.5 കൊല്ലമായിട്ട് ഈ റിപ്പോർട്ട് പുറം ലോകം കാണാതിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗ്രേവായിട്ടുള്ള കാര്യം. ആ ഗ്രേവിൽ നിന്നാണ് ബാക്കിയുള്ള കഥകളൊക്കെ തുടരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള നടിമാർക്ക് പുറത്തു വന്ന് പരസ്യമായി മാധ്യമങ്ങളിലൂടെ ഈ ആരോപണം ഉന്നയിക്കേണ്ടി വന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തരുത് എന്നുള്ളത് നിയമമാണ്. ആ ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തേണ്ട സാഹചര്യത്തിലേക്ക് ഇന്ന് മലയാളത്തിലെ നടിമാർക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായത് ഒരു യഥാർത്ഥത്തിലുള്ള അന്വേഷണം നടക്കാത്തതുകൊണ്ടും ഒരു കൃത്യമായ തെളിവെടുപ്പും ഇൻവെസ്റ്റിഗേഷനും നടക്കാത്തതുകൊണ്ടുമാണ് ഈ നടിമാർക്കൊക്കെ പരസ്യമായി പത്രസമ്മേളനങ്ങൾ വിളിക്കേണ്ടതും അതുപോലെ തന്നെ ചാനലുകളിൽ വന്ന് ഈ ആരോപണം ഉന്നയിക്കേണ്ട ഗതികേട് വന്നത്. അല്ല, ഞാൻ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായ അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ, ഈ മേഖലയിലെ വിഷയങ്ങളെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ. ഇപ്പോൾ പരസ്യമായി വന്നവരാരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടവരല്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം, അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതിന്റെ പശ്ചാത്തലത്തിൽ സ്വന്തം അനുഭവങ്ങൾ വെളിപ്പെടുത്തി മുന്നോട്ട് വന്നതാണ്. അവരുടെ കേസിൽ സർക്കാരിന് ഇടപെടാൻ അവിടെ ഒരു കേസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും പരാതി കൊടുത്തിട്ടില്ല പലരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായ ഇൻവെസ്റ്റിഗേഷൻ നടന്നിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ വന്ന നടിമാർക്കെല്ലാവർക്കും ആ അന്വേഷണ കമ്മീഷന് മുമ്പിൽ പോയിട്ട് അവരുടെ തെളിവുകൾ, അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ കൊടുക്കാമായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ നമുക്കറിയാം ആരോപണം ഉന്നയിച്ചവർ ആരൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുഴുവൻ അറിയാം. അവരെത്രമാത്രം വിഷമം സഹിച്ചിട്ടാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നിങ്ങൾ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ടാണ് അവരുടെ വിക്ടിമൈസായ അവരുടെ ജീവിതം, ഇരയാക്കപ്പെട്ട അവരുടെ ജീവിതം പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചിട്ടാണ് അവർക്ക് ഈ ആരോപണം ഉന്നയിക്കേണ്ടി വന്നത്. അതെന്തുകൊണ്ടാണ് ആ സാഹചര്യം ഉണ്ടായത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ജസ്റ്റിസ് ഹേമ പറഞ്ഞതുപോലെ ഒരു വലിയ സെക്ഷൽ അലിഗേഷനുകൾ, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ആ ഫീൽഡിൽ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് സർക്കാർ കൃത്യമായ ഒരു അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഇവർക്കാർക്കും ഇവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യേണ്ടി വരില്ലായിരുന്നു. അതാണ് 4.5 കൊല്ലമായി ഇത് കോൾഡ് ഫ്രീസറിൽ വെച്ചതിൻ്റെ ഏറ്റവും വലിയ പരിണിത ഫലം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ശ്രീ പ്രേംകുമാറും ശ്രീ MN കാരശ്ശേരി മാഷും പറഞ്ഞത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ ഇവിടെ MLA-മാരുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ആദ്യം ശ്രീ M. വിൻസെന്റിന്റെ കാര്യം നിങ്ങൾ ശ്രീ പ്രേംകുമാർ പറഞ്ഞത് മറ്റൊരു ആംഗിളിലാണ്. ശരി, അത് അവിടെ വിട്ടേക്കാം. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്, അത് അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ശ്രീ M. വിൻസെന്റിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു. ശ്രീ M. വിൻസെന്റിന്റെ കേസ് വന്നത് എങ്ങനെയാണ്? ആ കേസ് വന്നപ്പോൾ തന്നെ അതിൻ്റെ FIR ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സാക്ഷി പട്ടികയിലുണ്ടായിരുന്ന ആരാണ്? CPM-ന്റെ പഞ്ചായത്ത് മെമ്പർമാർ, DYFIയുടെ ബ്ലോക്ക് ഭാരവാഹികൾ, DYFIയുടെ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർമാർ. കൃത്യമായ ഒരു പൊളിറ്റിക്കൽ കുക്കപ്പ് കേസുകളാണ് എന്നുള്ളത് അന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. അപ്പൊ അദ്ദേഹം അതിനുശേഷം ജയിലിൽ പോയി. പൊളിറ്റിക്കൽ കേസാണെന്ന് M. മുകേഷും പറയുന്നുണ്ട്, ഇല്ലേ? അല്ല, അതായത് ശ്രീ M. വിൻസെന്റിനെതിരെ ഒരു പരാതിയാണ് വന്നത്. ശ്രീ M. മുകേഷിനെതിരെ ഓരോ ദിവസവും ഓരോ പരാതിയാണ് വന്നത്. ഇന്നത്തോടു കൂടി 4 പരാതിയായി. അതായത് ഒരു മേഖലയിൽ തൊഴിൽ ചൂഷണം നടക്കുന്നതിൻ്റെ ഭാഗമായി ലൈംഗിക അതിക്രമം നടക്കുന്നു എന്നുള്ളതാണ് പരാതി. ഓരോ ദിവസവും ഓരോ ആളുകൾ വന്ന് അലിഗേഷൻ പറയുകയാണ്. ശ്രീ M. വിൻസെന്റിനെതിരെ ഉണ്ടായത് ഒരു കേസാണ്.
ആ കേസിൽ തന്നെ സാക്ഷി പട്ടികയുടെ എണ്ണം നിങ്ങൾ പരിശോധിക്കണം. മുഴുവൻ ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും അവിടുത്തെ CPMന്റെ ലോക്കൽ നേതാക്കന്മാർ, ആ നേതാക്കന്മാരെ സാക്ഷി പട്ടികയിൽ വെച്ചുകൊണ്ടാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സാക്ഷി പട്ടികയിൽ വരാൻ പറ്റില്ല. എല്ലാ സാക്ഷികളും കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ള കാര്യം കൊണ്ടാണ് നിങ്ങൾ മുകേഷിനെ, അതായത് അദ്ദേഹം ട്രയൽ നേരിടണം, അദ്ദേഹം കുറ്റവാളിയാണോ അല്ലേ എന്നുള്ളത് തെളിയിക്കപ്പെടണം ഈ പറയുന്ന എല്ലാ ആരോപണങ്ങളിലും എല്ലാ കേസുകളിലും. പക്ഷേ നിങ്ങൾ മുകേഷിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതും അദ്ദേഹം രാജിവെച്ചു പോകണം എന്ന് പറയുന്നതും ഈ പറയുന്ന കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിലാണ്. ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട 2 പേർ നിങ്ങളുടെ MLA-മാരായി തുടരുന്നു എന്നുള്ളതാണ് CPM ചോദിക്കുന്നത്. ശ്രീ മാധു, അതായത് ഒരു കേസിന്റെ സാക്ഷി പട്ടികയിൽ എല്ലാവരും ഒരേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പെടുന്നത് എങ്ങനെയാണ്? ആ കേസിന്റെ സാക്ഷി പട്ടികയിലുള്ള 99% പേരും CPMകാരാണ്, CPMന്റെ ഭാരവാഹികളാണ്, ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർമാരാണ്, പഞ്ചായത്ത് മെമ്പർമാരും ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളുമാണ്. എന്തുകൊണ്ടാണ് അതിൻ്റെ വിചാരണ നടപടികൾ ഇത്രയും വൈകിയത്? 7 കൊല്ലമായല്ലോ ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ വിചാരണ നടപടികൾ തുടങ്ങിയത്. അതിൻ്റെ തന്നെ കാരണം വളരെ കൃത്യമാണ്. അതൊരു കുക്കപ്പ് കേസായിരുന്നു. അത് ജനകീയ കോടതി അംഗീകരിച്ചു, ഇനിയും കോടതി ജനകീയ കോടതി എനിക്കറിയില്ല. പക്ഷെ വേറെ പ്രശ്നമുണ്ട് അബിൻ, അതായത് അവനവന്റെ കാര്യമാകുമ്പോൾ അതിൽ രാഷ്ട്രീയം, മറ്റുള്ളവരുടെ കാര്യമാകുമ്പോൾ അത് കൃത്യം എന്നൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇന്നിപ്പോ ബൃന്ദാക്കാരായിട്ട് അടക്കം പറഞ്ഞിരിക്കുന്നത്. ശ്രീ മാധു, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ശ്രീ മുകേഷിനെതിരെ ആരെങ്കിലും ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചു, അതിനകത്തൊരു പൊളിറ്റിക്കൽ കുക്കപ്പ് കേസാണെന്ന് മുകേഷ് പറയുകയാണെങ്കിൽ സംശയത്തിന് ആനുകൂല്യമെങ്കിലും കൊടുക്കാം. ഇത് ഓരോ ദിവസവും ഓരോ കേസ് വരികയാണ്. ഇന്ന് വന്നതോടുകൂടി 4 കേസാവുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ടോ ഇല്ലയോ എന്നുള്ളത് സർക്കാർ പുറത്തുവിട്ടാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ശ്രീ മുകേഷിന്റെ കാര്യത്തിൽ ഇത്ര ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് ആകുന്നത്. ശ്രീ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം ഇവിടെ പറഞ്ഞു, അതും ഗ്രേവ് ആണെന്ന് പറഞ്ഞു. ഇതേ സർക്കാർ ശ്രീ എൽദോസ് കുന്നപ്പള്ളിയുടെ കേസ് ഉണ്ടാകുമ്പോൾ ഇതേ സർക്കാരിന്റെ കന്റോൺമെന്റ് AC സർക്കാർ കോടതിയിൽ കൊടുത്ത ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ആരോപണം ഉന്നയിച്ച ആ വ്യക്തി സ്ഥിരമായി ഹണി ട്രാപ്പ് നടത്തുന്ന ആളാണെന്ന് ഈ സർക്കാരിന്റെ കീഴിലുള്ള കന്റോൺമെന്റ് AC കൊടുത്ത ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കന്റോൺമെന്റ് AC ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കൊടുത്ത ഒരു റിപ്പോർട്ട് ഉണ്ടാകുമ്പോൾ അതൊരു ഹണി ട്രാപ്പ് കേസാണ് എന്ന് സംശയം അത് സ്വാഭാവികമായിട്ടുണ്ടാവും. അത് 2 ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. സാമ്പത്തികമായ ബ്ലാക്ക് മെയിൽ ആണ് എന്ന് മുകേഷും പറയുന്നുണ്ട്. അതായത് അന്വേഷണം നേരിടണം, അധികാരത്തിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടണം എന്നുള്ളതല്ലേ നിങ്ങൾ മുകേഷിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം. ഇപ്പൊ കേസ് 1, 2, 3, 4 ശരി, ഇനി വരുമോ എന്നുള്ളത്. അധികാരത്തിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടണം എന്ന് മുകേഷിന്റെ കാര്യം പറയുമ്പോൾ അധികാരത്തിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിട്ട ചരിത്രം നിങ്ങളുടെ MLA-മാർക്കുണ്ടോ? അതായത് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന 2 MLA-മാർ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ കേസിന്റെ സാഹചര്യം ഇതാണെന്നിരിക്കെ ഞങ്ങൾക്ക് ഈ ഭരണപക്ഷം നടത്തുന്ന ഇൻവെസ്റ്റിഗേഷനിൽ ഏത് രീതിയിൽ സ്വാധീനിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, അന്വേഷണത്തെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോഴല്ലേ അബിൻ മുകേഷ് രാജിവെക്കണമെന്ന് നിങ്ങൾ പറഞ്ഞത്? കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട 2 MLA-മാർ നിങ്ങളുടെ പോക്കറ്റിലുണ്ടെന്നേ നിങ്ങൾ മാതൃക കാണിച്ചോ? അതുകൊണ്ടല്ലേ ഇന്ന് LDF കൺവീനർക്ക് പറയേണ്ടി വരുന്നത്, കഴിഞ്ഞ ദിവസം പറയേണ്ടി വരുന്നത്, ബിനോയ് വിശ്വത്തിന് പറയേണ്ടി വരുന്നത്, കോൺഗ്രസിന്റെ MLA-മാർ ഇപ്പോഴും ഉണ്ടല്ലോ, ഞങ്ങൾക്ക് മാത്രം ബാധകമായ വേറെ എന്തെങ്കിലും നൈതികതയുണ്ടോ എന്ന് അവർ തീരുമാനിക്കേണ്ടതാണ്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. 2 പേർക്കുമെതിരെ ഓരോ കേസുകൾ വന്നു. ആ കേസിന്റെ ഇപ്പൊ ശ്രീ മാധു, അതായത് ശ്രീ എൽദോസ് കുന്നപ്പള്ളിയുടെ കേസ് വന്നു. ഒരു ഹണി ട്രാപ്പുകാരിയെ, സ്ഥിരം ഹണി ട്രാപ്പുകാരിയാണ് എന്ന് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വിഷയത്തിൽ നമുക്ക് അദ്ദേഹം രാജിവെക്കണമെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലായിരിക്കും. പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്ന ഒരേ ഒരു ഗ്രൗണ്ട് ഇതാണ്. ഞാൻ പറയുന്നതല്ല, 1 മിനിറ്റ് അബിൻ, എനിക്ക് പറയാൻ കഴിയുന്ന ഒരേ ഒരു ഗ്രൗണ്ട് ഇതാണ്. മുകേഷ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ രാജിവെക്കണമെന്ന് നിങ്ങൾ പറയുന്ന അതേ ഗ്രൗണ്ടിൽ നിന്നാണ് ഞാനും ഇത് പറയുന്നത്. പിന്നെ ഒരു കേസും 4 കേസും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലല്ല, വ്യത്യാസം കേസിന്റെ എണ്ണത്തിൽ മാത്രമാണ്, കേസിന്റെ സ്വഭാവത്തിൽ മാറ്റമില്ല. അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ഒരു കേസിൽ പ്രതിയാകുന്ന ആളും ബലാത്സംഗ കുറ്റത്തിൽ പ്രതിയാണ്, 4 കേസിൽ പെടുന്നവരും ബലാത്സംഗ കേസിൽ തന്നെ പ്രതികളാണ്. ഞാൻ ചോദിച്ച ചോദ്യം അതല്ലായിരുന്നു. അതായത് ആ കേസ് ഉണ്ടാകുമ്പോൾ സ്ഥിരമായി ഹണി ട്രാപ്പ് നടത്തുന്ന ഒരാളാണ് എന്ന് ഇതേ സർക്കാരിന്റെ കന്റോൺമെന്റ് പോലീസ് കൊടുത്ത ഒരു റിപ്പോർട്ട് പോലീസിലുള്ള ഈ സർക്കാരിന്റെ പോലീസ് റിപ്പോർട്ടുകളൊക്കെ നിങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ്. അല്ല, ആ സർക്കാരിന്റെ പോലീസ് റിപ്പോർട്ട് ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് കൊടുത്തതാണെന്ന്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് 2 കേസുകൾ, സമാനമായ കേസുകളിൽ 2 കേസുകളിൽ വിധി ഉണ്ടായിരുന്നു. 4, 5 ഹണി ട്രാപ്പ് കേസുകളിൽ പ്രതിയായ ഒരു പെൺകുട്ടിയാണ് എന്നിരിക്കട്ടെ, അവർക്കൊരു റേപ്പ് നേരിടേണ്ടി വന്നാൽ അവർക്ക് പരാതി കൊടുക്കാൻ പറ്റില്ലേ? അല്ല, തീർച്ചയായിട്ടും അവർ റേപ്പ് നേരിട്ടിട്ടെങ്കിൽ പരാതി കൊടുക്കണം. സംഭവിച്ചതെങ്കിലോ 4, 5 ഹണി ട്രാപ്പ് കേസിലോ കൊലപാതക കേസിലോ പ്രതിയായ ഒരു സ്ത്രീയാണെന്നിരിക്കട്ടെ, അവര് റേപ്പിനിരയായാൽ അവർ പരാതിപ്പെടില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതാണ്, അതുകൊണ്ട് ഇവർക്ക് പരാതിപ്പെടാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല, അതിന്റെ കാര്യം കൂടെ പറഞ്ഞുതരാം. അതായത് ബഹുമാനപ്പെട്ട
ഈ എൽദോസ് കുന്നപ്പള്ളിയുടെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞതും ഇത് തന്നെയാണ്. ഏതൊരു കേസിൻ്റെ നിയമവശമെടുത്താലും അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി പ്രധാനമാണ്. ഈ 4 or 5 ഹണി ട്രാപ്പ് കേസുകൾ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ ശ്രീ എൽദോസ് കുന്നപ്പള്ളിക്ക് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയത്. ഈ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ CPM രാജി ആവശ്യപ്പെട്ടപ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാടെടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ MLA സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ഇതുവരെ പ്രമീള ദേവിയിലേക്ക് പോയില്ല. ഇടവേള ശേഷം വരാം. ബ്രേക്ക്. ശ്രീമതി പ്രമീള ദേവി, രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് ആധികാരികമായ ഒരു കാര്യം പറയാൻ എത്ര നാളത്തെ പരിചയം വേണം? ഏതൊക്കെ സ്ഥാനങ്ങളിലും ഏതൊക്കെ പദവികളിലും ഇരിക്കേണ്ടി വരും? അവനവൻ്റെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം അതിൽ കൃത്യമായൊരു നിലപാടെടുത്ത് അതിൽ അഭിപ്രായം പറയപ്പെടുമ്പോൾ തുടർച്ചയായി തിരുത്തപ്പെടുന്നത് അധികാരത്തിൻ്റെയും അല്ലെങ്കിൽ സ്ഥാനത്തിൻ്റെയും പദവിയുടെയും ഒക്കെ മാത്രം അടിസ്ഥാനത്തിലാണോ, അതോ സ്ത്രീകളാണ് എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണോ? മാധു, നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ളത് പോലെ സ്ത്രീകൾക്ക് മേലെ ഒരു ഗ്ലാസ് സീലിംഗ്, അദൃശ്യമായൊരു മേൽക്കൂര ഉണ്ടെന്ന് തന്നെ പലപ്പോഴും കരുതേണ്ടി വരും. കാരണം ശ്രീമതി ആനി രാജായും ശ്രീമതി ബൃന്ദ കാരാട്ടും സുദീർഘമായ രാഷ്ട്രീയ ജീവിതം കൊണ്ട്, പൊതുപ്രവർത്തനം കൊണ്ട് പരിണതപ്രജ്ഞരായ 2 വ്യക്തികളാണ്. അവർ 2 പേരും രാഷ്ട്രീയത്തിൻ്റെ ആന്ധ്യം തെല്ലും ബാധിക്കാതെ വളരെ കൃത്യതയോടെ, വളരെ സൂക്ഷ്മതയോടെ പറഞ്ഞിരിക്കുന്നു, ആരോപണ വിധേയനായ ശ്രീ മുകേഷ് രാജിവെച്ച് മാതൃക കാണിക്കണമെന്ന്. ഇംഗ്ലീഷിൽ പറയാറുണ്ടല്ലോ, സീസേഴ്സ് വൈഫ് ഷുഡ് ബി എബവ് സസ്പീഷ്യൻ. ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർ, പദവികളിലിരിക്കുന്നവർ, അവർ സംശയത്തിൻ്റെ കരിനിഴലിൽ പെടാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കെതിരായ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നാരോപിക്കപ്പെടുന്ന ശ്രീ മുകേഷ് രാജിവെക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ രാജിവെച്ചിട്ടില്ല, ഇനി ഒരുപക്ഷെ നാളെ വെച്ചേക്കാം എന്നത് അതിനുള്ള ഒരു ഉത്തരമല്ല. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് നമുക്കറിയാം. ശ്രീ മുകേഷ് ഈ ആരോപണങ്ങൾ വന്നതിന് ശേഷം ഇത്ര ദിവസമായിട്ടും രാജിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കേരളം ഭരിക്കുന്ന സർക്കാർ അദ്ദേഹത്തോട് അത് ആവശ്യപ്പെട്ടിട്ടുമില്ല. ശരിക്കും കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭരണപരമായ നയങ്ങളിൽ ഭാഗഭാക്കായ, നിയമനിർമ്മാണ സഭയിലെ അംഗമായ, ജനപ്രതിനിധിയായ ശ്രീ മുകേഷ് എന്തുകൊണ്ടാണ് സിനിമാ പ്രവർത്തകരുടെ സംഘടനയുടെ തലപ്പത്ത് നിന്ന് ശ്രീ സിദ്ദിഖ് രാജിവെച്ചതുപോലെയോ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ശ്രീ രഞ്ജിത്ത് രാജിവെച്ചതുപോലെയോ ഉള്ള ഒരു മാർഗം തിരഞ്ഞെടുക്കാത്തത്? അപ്പോൾ അതിന് പകരം അദ്ദേഹം ചെയ്തത് ചെങ്കൊടി ഏന്തി നിൽക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്യുക എന്നതാണ്. ചെങ്കൊടിയുടെ തണലുണ്ടെങ്കിൽ ഞാൻ രാജിവെക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെതിരെയാണ് കൃത്യമായ നിലപാട് ശ്രീമതി ആനി രാജായും ശ്രീമതി ബൃന്ദ കാരാട്ടും എടുത്തിരിക്കുന്നത്. ചെങ്കൊടിയുടെ തണലിൽ നിന്നതുകൊണ്ട് സ്ത്രീവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തണൽ ലഭിക്കുകയില്ല എന്ന് യാതൊരു അർത്ഥശങ്കയുമില്ലാതെ ഈ 2 വനിതാ നേതാക്കൾ പറഞ്ഞിട്ടും അത് പുരുഷന്മാരായ നേതാക്കൾക്ക് ഇതുവരെയും ബോധ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്നത് ഒരേ സമയം നടനും അതേസമയം MLAയുമായ മുകേഷിനെതിരെയാണ്. ഇപ്പോൾ ഒരാരോപണത്തിലാണ് കോടതി തീരുമാനം വരട്ടെ, അല്ലെങ്കിൽ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാട് ഒരു കേസിലാണ് എങ്കിൽ ഒരു പാർട്ടിക്ക് എടുക്കാം. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ആരോപണം അദ്ദേഹത്തിനെതിരെയാണ് ഉയർന്നിരിക്കുന്നത് എത്ര കാര്യങ്ങളിൽ. അപ്പോൾ മാത്രമല്ല, അദ്ദേഹത്തിന് മുൻഭാര്യ നടത്തിയ വെളിപ്പെടുത്തൽ, അതിൽ ആ വെളിപ്പെടുത്തൽ കേട്ടുകൊണ്ടുവന്ന് നിലവിലത്തെ ഒരു മന്ത്രി, ഈ കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നത് ചെവി അടച്ചു വെച്ച് കേൾക്കാതിരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും സാധിക്കില്ല. ഇത് വളരെ സ്ത്രീകളെ അവഗണിക്കുന്നതിന്, സ്ത്രീകൾക്ക് വെറും 2ാം തരം പൗരത്വമേ ഉള്ളൂ, അവരെത്ര ഉയർന്ന പദവിയിൽ എത്തിയാലും ശരി, അവർ പറയുന്നത് എത്രമാത്രം പ്രസക്തവും സംഗതവുമായ കാര്യമാണെങ്കിലും ശരി, അവർ 2ാം തരം പൗരന്മാരാണ് എന്ന് സ്ഥാപിക്കുക കൂടിയാണ് ഇപ്പോഴത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിക്ക്, അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ സജി ചെറിയാന് ഒന്നും മുകേഷിനെ കുറ്റപ്പെടുത്തുകയോ അദ്ദേഹം സ്ഥാനം രാജിവെച്ച് മാറി നിന്നുകൊണ്ട് വേണം അന്വേഷണം നേരിടാൻ എന്ന് പറയാനോ തോന്നുന്നില്ല.
രണ്ട് വനിതകൾ, ഇടതുപക്ഷത്തിൻ്റെ ശക്തരായ രണ്ട് വനിതകൾ ഈ അഭിപ്രായം പറയുമ്പോഴും അത് വനരോധനമായിട്ട് മാറുന്നു. ആരും അത് കേൾക്കാനില്ല എന്ന അവസ്ഥ വരുന്നു. മാധു സൂചിപ്പിച്ചതുപോലെ ഒരു കേസല്ല, ഒന്നിലധികം കേസുകൾ. അതിനൊക്കെ പുറമെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ തനിക്ക് നേരിടേണ്ടി വന്ന കടുത്ത ശാരീരിക പീഡനത്തെക്കുറിച്ച്, മാനസിക പീഡനത്തെക്കുറിച്ച് ഇന്നത്തെ ആരോഗ്യമന്ത്രിയോട് മുൻപ് നടത്തിയ വെളിപ്പെടുത്തൽ. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ശ്രീ മുകേഷ് രാജിവെക്കണം. മാന്യമായി സ്ഥാനത്ത് നിന്നും മാറി നിന്നുകൊണ്ട് വേണം അദ്ദേഹം അന്വേഷണം നേരിടാനെന്ന് പറയാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നത് മാത്രമല്ല, ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ മുകേഷിനെ ഉൾപ്പെടുത്തുകയും അതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി വളരെ വിചിത്രമായ, പരിഹാസ്യമായൊരു മറുപടി പറയുന്നു. സമിതിയിൽ 11 പേരുണ്ട്. ഈ സമിതിയുടെ ചുമതല കേവലം നക്കൽ തയ്യാറാക്കൽ മാത്രമാണ്. നയം രൂപീകരിക്കുന്നത് ഞങ്ങൾ സർക്കാരാണ് എന്ന്. പിന്നെ എന്തിനാണ് ഈ സമിതിയെ നയരൂപീകരണ സമിതി എന്ന് വിളിക്കുന്നത്? നക്കൽ സമിതി എന്ന് വിളിച്ചാൽ പോരെ? അതുമല്ല, ഇനി നക്കലാണ് രൂപീകരിക്കുന്നതെങ്കിൽ പോലും ആ സമിതിയിൽ ഇരിക്കാനുള്ള യോഗ്യത ഇന്നത്തെ പശ്ചാത്തലത്തിൽ ശ്രീ മുകേഷിനുണ്ടോ എന്നതിനെ കുറിച്ച് കൂടിയാണ് അദ്ദേഹം ലജ്ജാകരമായ മൗനം പാലിക്കുന്നത്. അദ്ദേഹം അതേക്കുറിച്ച് ശ്രദ്ധിക്കാതിരിക്കുന്നു. മുകേഷ് വലിയ കലാകുടുംബത്തിലെ ഇടത് അടിത്തറയുള്ള ഒരു കലാകുടുംബത്തിലെ അംഗമായിരുന്നു. ദീർഘകാലം സിനിമാ പ്രവർത്തനം നടത്തുന്നു. അതിനുശേഷം CPM അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കുകയാണ്. അവിടെ CPM മുഴുവൻ സംഘടനാ സംവിധാനവും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. 2 തവണ അദ്ദേഹം MLA ആകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്ക് മുൻപ് മാത്രം വരുമ്പോൾ കൊല്ലത്ത് നിന്ന് ഉയർത്തി കാണിക്കുന്നത് മുകേഷിനെയാണ്. അതായത് CPM അത്രമേൽ ആത്മവിശ്വാസം, അത്രമേൽ താല്പര്യം, അത്രമേൽ പ്രതിപത്തി ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ലോക്സഭാ സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. കൊല്ലത്ത് ഇടതാഭിമുഖ്യമുള്ള നേതാക്കളില്ലായ്മ കൊണ്ടല്ല, കൊല്ലത്ത് ഇടതിന് വെക്കാൻ മുഖങ്ങളില്ലാത്തത് കൊണ്ടല്ല, ഇടതിന്റെ കോട്ടയാണ് അല്ലെ, അവിടെ മുകേഷിനെയാണ് വലിയ വിശ്വാസ്യതയോടുകൂടി CPM തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പാർട്ടി കൊടുക്കുന്ന ആ പ്രാതിനിധ്യം, പാർട്ടി കൊടുക്കുന്ന ആ വിശ്വാസം, പാർട്ടി തന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു വിശ്വാസം, ഇതിനോടൊക്കെ തിരികെ കൊടുക്കുക എന്ന് പറയുന്ന ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തമല്ലേ? തന്റെ മാത്രം വ്യക്തിപരമായ പേരിൽ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങൾ ഒരു സർക്കാരിന്റെ ധാർമ്മികതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നിലയിൽ ഇങ്ങനെ മാളത്തിൽ കയറി ഒളിച്ചിരുന്നാൽ മതിയോ? അല്ല, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ധാർമ്മികത വ്യക്തിപരമായ ജീവിതത്തിലോ സ്വഭാവത്തിലോ അദ്ദേഹത്തിന്റെ ഇടപെടലുകളിലോ പ്രതികരണങ്ങളിലോ തരിമ്പുമില്ലാത്തൊരു ആഭാസനാണ് മുകേഷ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അന്ന് 2017 നടി ആക്രമിക്കപ്പെട്ട സമയത്ത് AMMയുടെ ജനറൽ ബോഡിയിൽ നിങ്ങൾ പത്രക്കാർക്കിടെ നേരെ കടിച്ചു കീറാൻ പോലെ ചാടുന്ന ഒരു മുകേഷിന്റെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയും എന്താ പറയുക, ജനാധിപത്യ ബോധമില്ലാത്തൊരു മനുഷ്യനാണ്. അയാളിൽ നിന്ന് ധാർമ്മികമായിട്ടുള്ള റെസ്പോൺസസ് പ്രതീക്ഷിക്കുക, അങ്ങനെ ഒരു സാധനമേ എനിക്ക് തോന്നുന്നില്ല. എന്റെ കൺസേൺ അതൊന്നുമല്ല. മുകേഷ് ഏതെങ്കിലും കൊച്ചി രാജാവിന്റെ കൊച്ചുമകനോ കേരളത്തിലെ ഏറ്റവും വലിയ കലാകാരനോ എന്ത് മണ്ണാങ്കട്ടെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ അദ്ദേഹം ഇപ്പോൾ CPIM എന്ന് പറഞ്ഞ പാർട്ടിയുടെ MLA ആണ്. അവിടെയാണ് പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു ക്രൈസിസിലേക്ക്, ഒരു പോസിറ്റീവ് ക്രൈസിസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുകേഷിനെതിരെ മൊഴി കൊടുത്ത, മുകേഷ് അടക്കമുള്ള 6 പേർക്കെതിരെ മൊഴി കൊടുത്ത ആ സ്ത്രീയോട് 10 മണിക്കൂറിലധികമാണ് SITയിലെ വുമൺ IPS ഓഫീസേഴ്സ് അവരെ സ്റ്റേറ്റ്മെന്റ് എടുത്തത്. അതിനുശേഷം പിറ്റന്നാൾ രാവിലെ അവർ മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, 12 വർഷം മുമ്പ് ഞാനിത് പറഞ്ഞിട്ടുണ്ട്, കേരള കൗമുദിയിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്, പക്ഷേ ഒരു കുട്ടിയും എന്നെ സഹായിക്കാനുണ്ടായില്ല എന്ന്. സിദ്ദിഖിനെതിരെ റേപ്പ് കേസ് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ആ യുവനടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലവട്ടം ഇത് പറഞ്ഞതാണ്, ഫേസ്ബുക്കിൽ എന്റെ സുഹൃത്താണ് അവർ, എനിക്കറിയാം, പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ആരും ശ്രദ്ധിച്ചില്ല. അതായത് 2017 ശേഷം അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു സ്ഥിതി സംജാതമായി വന്നത് ആ സ്ത്രീ പറയുന്നത്, മുകേഷിനെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത സ്ത്രീ പറയുന്നത് 2 കാര്യങ്ങളാ. നിങ്ങൾ വേണേ ചിരിച്ചു തള്ളിക്കോളൂ. ഒന്ന്, അവർ പറയുന്നത് പിണറായി സർ പറഞ്ഞു എത്ര ഉന്നതനാണെങ്കിലും ശിക്ഷിക്കപ്പെടുമെന്ന്. രണ്ടാമത്തെ അവർ പറയുന്നത് SITയിലെ പോലീസ് ഓഫീസേഴ്സ്, വുമൺ പോലീസ് ഓഫീസേഴ്സ് എന്റെ വീട്ടിലെ അംഗങ്ങളെ പോലെ എന്നോട് സംസാരിച്ചു. അതായത് ഈ ചരിത്രപരമായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള പ്രോമിസിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് കേരളത്തിലെ ഇടതുപക്ഷമാണ്, CPIM ആണ്, പിണറായി വിജയനുള്ള മുഖ്യമന്ത്രിയാണ്. പക്ഷേ എന്നിട്ടും മുകേഷിനെ പോലുള്ളൊരു ആഭാസനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ ആളുകളിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ പാർട്ടി മുന്നണിയും സർക്കാരും ഡിഫൻസിലാണ്. അതിലാണ് എനിക്ക് പരാതി. എന്നെ പോലെയുള്ള 100 കണക്കിന് ആളുകൾക്ക് പരാതി.
100 ആളുകൾക്ക് പരാതി. ഈ ചരിത്ര സന്ധിയുടെ മുഴുവൻ ക്രെഡിറ്റും പൊളിറ്റിക്കലി കൺസോളിഡേറ്റ് ചെയ്യാൻ 100% അവകാശമുള്ള ഒരു മുന്നണിയും പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അത് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ പരിങ്ങുകയാണ്. നാളെ പറയാം, മറ്റന്നാൾ പറയാമെന്നുള്ളത്. ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ആനി രാജയും ബൃന്ദാ കാരാട്ടും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നടപ്പിലാവുന്നത്. അല്ലാത്തൊരു തീരുമാനം ഇടതുപക്ഷത്തിന് 2024 കേരളത്തിൽ, ഇന്ത്യയിൽ എടുക്കാൻ പറ്റില്ല മാധു. അല്ലാത്തൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അബിൻ വർക്കിയോട് എനിക്ക് വലിയ എന്താ പറയുക കടപ്പാടുണ്ട്. കാരണം അദ്ദേഹം ആ ന്യായത്തിലൂടെ എത്രത്തോളം എന്താ പറയാ അപഹാസ്യമാണ് കോൺഗ്രസിന്റെ MLA-മാരുടെ കേസിൽ അവർ സ്വീകരിക്കുന്ന നിലപാടെന്ന് വെളിവാക്കി കഴിഞ്ഞു. അത് വിഷയമല്ല. പക്ഷേ UDF-ന്റെയും അല്ലെ കോൺഗ്രസിന്റെയും CPM-ന്റെയും DNA-കൾ, ഞാൻ പലവട്ടം പറഞ്ഞ പോലെ DNA-കൾ ഡിഫറെന്റ് ആണ്. ആളുകൾ പ്രതീക്ഷിക്കുന്നത് 2 രീതിയിലാണ്. അത് നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്നുള്ള അർത്ഥത്തിലല്ല. ജീവിതകാലം അവസാനം വരെ പോക്സോ കേസിൽ ജയിലിൽ കിടക്കാൻ വിധിക്കപ്പെട്ട മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞ ആളുടെ കൂടെ മറ്റൊരു കേസിലെ കൂട്ടുപ്രതിയാണ് KPCC-യുടെ അധ്യക്ഷൻ K. സുധാകരൻ. പക്ഷെ MV ഗോവിന്ദ മാഷെ പറ്റി നമുക്ക് അങ്ങനെ ഒരു ശതമാനം സങ്കല്പിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മലയാളിക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? പാർട്ടിയുടെ ഫണ്ട് അടിച്ചു മാറ്റിയെന്ന് VD സതീശൻ ടെലിഫോണിൽ K. സുധാകരനോട് പറയുന്നതിന്റെ കേട്ടിട്ടുണ്ട് നമ്മൾ. നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ CPIM-ന്റെ പാർട്ടി സെക്രട്ടറി പറ്റി അങ്ങനെ ആരോപണം വരുന്നത്? പാർട്ടിക്കാരെന്ത് പറയുന്നുള്ളൂ പോട്ടെ, രണ്ടും 2 പ്രസ്ഥാനങ്ങളാണ്, 2 ആറ്റിറ്റ്യൂഡാണ്, 2 എത്തോസാണ്. അത് വളരെ ക്ലിയറായി വ്യത്യസ്തമാവുന്ന സമയവുമാണിത്. ഈ 4.5 കൊല്ലത്തിനിടയിൽ എപ്പോഴെങ്കിലും ഈ UDF-ഓ കോൺഗ്രസോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറഞ്ഞിട്ട് സമരം ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദിലീപ് ജയിലിൽ കിടന്ന അത്രയും ദിവസം വെറും തറയിൽ കിടന്ന ഒരു ഭൂലോക ആഭാസനായ നടനെയാണ് ധർമ്മം ജയിക്കാൻ ധർമ്മത്തിനൊപ്പം എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ ബാലുശ്ശേരിയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സച്ചിൻ ദേവിനെതിരെ. ഈ ദിലീപിനെ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ പൂമാലയിട്ട് സ്വീകരിച്ച് സെൽഫി എടുത്ത് ആഘോഷിച്ച ആളാണ് വനിതാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ഇന്ന്. അതുകൊണ്ട് കോൺഗ്രസിൽ നമ്മളത് അത് 2 തന്നെയാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് ആർക്കെങ്കിലോ എക്സ്ക്യൂസ് കൊടുക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. ഡോക്ടർ പ്രേംകുമാർ, ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഇങ്ങനെയുള്ള ആളുകളുടെ പേരുകൾ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ടാണ്, ഇങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ളത് കൊണ്ടാണ് ഇത്രയും കാലം ആക്ഷൻ എടുക്കാൻ താമസിച്ചത് എന്ന ഒരു യുക്തി നേരത്തെ പറയുന്നുണ്ടായിരുന്നു ശ്രീ MN കാരശ്ശേരി. ശരിയല്ലേ ഡോക്ടർ പ്രേംകുമാർ? MN കാരശ്ശേരിക്ക് ഓരോ സമയത്ത് എന്താണോ തോന്നുന്നത് അതങ്ങോട്ട് പറയാണ്. അദ്ദേഹം പറയുന്നുണ്ട് രഞ്ജിത്തിനെതിരെ കേസ് വന്നിട്ടുണ്ട്, അതിന്റെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. എല്ലാ തുടർ നടപടികൾ ഉണ്ടാവുന്നുണ്ട്. ഈ മുകേഷ് തന്നെ ഇന്ന് മരണപ്പാച്ചിൽ കൊച്ചിയിൽ പറയട്ടെ. ഇല്ല, അങ്ങനെയല്ല. അതല്ല. അതായത് കാര്യങ്ങൾ അറിയാതെ അങ്ങ് പറഞ്ഞേക്കാണ് വെരിഫൈ ചെയ്യാതെ അദ്ദേഹം തിരുത്തിയില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, അതായത് സജിതാ മഠത്തിൽ WCCയുടെ സ്ഥാപക മെമ്പറായിട്ടുള്ള ക്യൂവിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് വളരെ നല്ല ഉദ്ദേശത്തോടെ തന്നെയാണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് കിട്ടിയപ്പം സ്വാഭാവികമായിട്ടും സർക്കാർ പോലും സ്തംഭിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റിസ് ഹേമ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാലവും 100 കണക്കിന് ക്രിമിനൽ കേസുകൾ, റേപ്പ് കേസുകൾ വരെ ഹാൻഡിൽ ചെയ്തിട്ട് ഹേമ പറഞ്ഞിട്ടുണ്ട് പല റിവലേഷൻസും ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളത്. ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു പാൻഡോറാസ് ബോക്സ് ആണ് ഇത് എന്ന് കണ്ടപ്പോ സർക്കാർ ഒരു വേള പകച്ചു പോയിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. പക്ഷേ RTI ആക്ട് യുദ്ധത്തിനൊടുവിൽ ഇത് പുറത്തു വന്നപ്പോൾ സർക്കാർ എടുത്ത നിലപാടുകൾ നോക്കൂ നിങ്ങൾ. SIT ഫോം ചെയ്യുന്നു, ഹൈക്കോടതിയിൽ അടുത്ത ദിവസം സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോകുന്നു, ഫയർ ബ്രാൻഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിനെ നിയോഗിക്കുന്നു, അവർക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്നു. അതുകൊണ്ടാണല്ലോ മുകേഷ് ഇന്ന് മരണപ്പാച്ചിൽ പാഞ്ഞത് കൊച്ചിയിലേക്ക്. അല്ലെങ്കിൽ അത് വേണ്ട ആവശ്യമില്ലല്ലോ. അയാളെ രക്ഷിക്കാൻ ഒരു ശ്രമവും നടത്തിയില്ല. ഒറ്റ കാര്യത്തിലാണ് ക്ലാരിറ്റി വരേണ്ടതുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഒരു MLA സീറ്റ് പോവും എന്നുള്ള ഒരു ഭയത്തിൽ കൊല്ലം MLA ആയ മുകേഷിനോട് രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെടേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു 24 മണിക്കൂറിനുള്ളിൽ ഒരു തീരുമാനം കൂടിയേ വരാനുള്ളൂ. ആ തീരുമാനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം വേണ്ട, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ മുന്നിൽ, ഇന്ത്യൻ പൊളിറ്റിക്സിന് മുന്നിൽ അഭിമാനത്തോടെ എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റും ഈ ചേഞ്ച് തുടങ്ങി വെച്ചത് കേരളത്തിലാണ്. എന്നുള്ള ചോദ്യം തന്നെയാണ് എല്ലാവരും, നമ്മുടെ പ്രിയപ്പെട്ട വനിതാ നേതാക്കളടക്കം നമ്മളടക്കം എല്ലാവരും മുന്നോട്ട് വെക്കുന്നത്. എന്തുകൊണ്ടാണ്, എന്താണ് തടസ്സം, എന്താണ് പേടി, എന്താണ് ഇത്ര വലിയ പരിരക്ഷ എന്നുള്ള ചോദ്യം നമ്മൾ തുടർച്ചയായി ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അഡ്വക്കേറ്റ് അബിൻ വർക്കി,
ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4 വർഷക്കാലം നിങ്ങൾ കോൾഡ് സ്റ്റോറേജിൽ വെച്ചില്ലേ എന്ന ചോദ്യം, ഇത് ഒളിച്ചു വെച്ചത് ക്രിമിനൽ കുറ്റമല്ലേ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഡോക്ടർ പ്രേംകുമാർ പറയുന്നു ഇത്രയും കാലത്തിനിടയ്ക്ക് നിങ്ങൾ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളത് കൊണ്ട്? അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിനൊക്കെ നാന്ദിയായ കേസിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ സ്വീകരിച്ച നിലപാട് എന്താണ് എന്നുള്ളതൊക്കെ അദ്ദേഹം ചോദ്യമായി ഉന്നയിക്കുന്നു. അതായത് കുറച്ച് വിശദമായിട്ടൊന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. ഒന്ന്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ആധാരമായ വിഷയമെന്ന് പറഞ്ഞാൽ നടി ആക്രമിക്കപ്പെട്ട സംഭവമാണ്. ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അന്ന് ആ അതിജീവിത തന്നെ വളരെ പരസ്യമായിട്ട് കേരളത്തിന് മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ വിഷയത്തിൽ കേസെടുക്കാനുള്ള ഒരേ ഒരു കാരണക്കാരൻ അന്തരിച്ച PT തോമസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. PT തോമസിൻ്റെ അടുത്ത് വളരെ കൃത്യമായി ആ നടിയുടെ വിഷയം അന്നേരം പറയുകയും PT തോമസ് അന്ന് തൃക്കാക്കര ACയെയും DGPയെയും വിളിച്ചില്ലായിരുന്നുവെങ്കിൽ ആ കേസ് കാണാമറയത്തായി പോകുമായിരുന്നു എന്ന് ആ നടി തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് WCC എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയത്. ഏതാ അതിജീവിതയുടെ വിഷയമുണ്ടായി ഉടനെ തന്നെ സർക്കാർ എന്താ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചില്ല. WCC എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായി. ആ സംഘടന തുടർന്ന് ഒരു പോരാട്ടം നടത്തി. ആ പോരാട്ടത്തിനൊടുവിലാണ് ഹേമ കമ്മിറ്റി ഉണ്ടായത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം 4.5 കൊല്ലമായി ഇവർ കോൾഡ് സ്റ്റോറേജിൽ വെച്ചു. അതിനിടയ്ക്ക് WCC 2 പ്രാവശ്യം ആവശ്യപ്പെട്ടു ഇത് പുറത്തുവിടണമെന്ന്. അന്നേരം ശ്രീ P രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ഇത് പുറത്തുവിടണമെന്ന് WCC പോലും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് WCC ഔദ്യോഗികമായി അവർ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കൊടുത്ത കത്ത് പുറത്തുവിട്ടിട്ട് പറഞ്ഞു ശ്രീ P രാജീവ് പറയുന്നത് നുണയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ശ്രീ പ്രേംകുമാർ ഇവിടെ പറഞ്ഞല്ലോ സർക്കാർ എന്തോ വലിയ കാര്യമായി വിവരാവകാശ പോരാട്ടത്തിനൊടുവിൽ. എന്ത് പോരാട്ടം? 2020 ഇത് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള വിവരാവകാശ ഓഫീസറോട് ഇത് പുറത്തു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തപ്പോൾ പുറത്തു കൊടുക്കാൻ പറ്റില്ല എന്നാണ് വിവരാവകാശ ഓഫീസർ പറഞ്ഞത്. അതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റിയായ വിവരാവകാശ ഓഫീസർ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ സജി ചെറിയാൻ്റെ കീഴിൽ ചെന്നപ്പോൾ അയാളും അത് കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് വിവരാവകാശ കമ്മീഷണർ എടുത്തിട്ട് പോയത്. എന്നിട്ടാണ് ഇത് പുറത്തു വന്നത്. അപ്പൊ സർക്കാരിന്റെ എന്തോ ഒരു നിലപാട് കൊണ്ടാണ് ഇത് പുറത്തു വന്നത് എന്ന് ശ്രീ പ്രേംകുമാർ പറഞ്ഞാൽ അതൊക്കെ വാസ്തവ വിരുദ്ധമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ. മുകേഷിനെതിരെ യൂത്ത് കോൺഗ്രസ് അവിടെ സമരം നടത്തുന്ന സമയത്ത് ഈ പറയുന്ന അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെയും ഇതേ ആരോപണം ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് രാജിവെച്ചൊഴിയുന്ന സമയത്തും അദ്ദേഹം പിന്നീട് രാജിവെച്ചൊഴിയുകയാണ് ചെയ്തത്. നിങ്ങൾ മുകേഷിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലീഗൽ സെല്ലുമായി ബന്ധപ്പെട്ട നേതാവിനെതിരെയും സമാനമായ ആരോപണം നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ പുറത്തു പോകാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ശ്രീ മാധു, ഞാൻ 2 കാര്യങ്ങളിൽ മറുപടി പറഞ്ഞിട്ട് ഈ കാര്യത്തിന് മറുപടി പറയാം. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞിട്ടേ പോവുകയുള്ളൂ. പെട്ടെന്ന് പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പേരും മാറി മാറി ആരോപണം ഉന്നയിച്ചാൽ എനിക്ക് മറുപടി പറയണം. പിന്നെ ഇടതുപക്ഷത്തിന്റെ എന്തോ ഒരു സ്ത്രീപക്ഷ നിലപാടിനെ കുറിച്ച് പറഞ്ഞു. പ്രിയപ്പെട്ട പ്രേംകുമാർ മാഷെ, ആ AKG സെന്ററിലെ മറ്റേ ആ മെഷീൻ ഉണ്ടല്ലോ, ആ തീവ്രത അളക്കുന്ന മെഷീൻ AK ബാലന്റെയും PK ശ്രീമതിയുടെയും കയ്യിലിരിക്കുന്നത്, അത് ഇപ്പോഴും AKG സെന്ററിൽ തന്നെ വെച്ചിട്ടുണ്ടോ? ആ പാലക്കാട്ടെ തീവ്രത അളക്കാൻ പോയത്, കണ്ണൂരിലെ തീവ്രത അളക്കാൻ പോയ ആ മെഷീൻ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കൊല്ലത്തെ തീവ്രത കൂടി ഒന്ന് അളക്കാൻ പറ. എന്ത് സ്ത്രീപക്ഷ നിലപാട്! ആരാണ് സാർ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ശശി? ആരാണ് സാർ? ഈ ശശിക്കെതിരെ വന്ന ആരോപണം എന്താണ് സാർ? ശശിക്കെതിരെ പരസ്യമായിട്ട് ഒരു MLA ആരോപണം ഉന്നയിച്ചിട്ട് ഈ ശശിയെ സംരക്ഷിച്ചവരല്ലേ നിങ്ങൾ? എന്നിട്ട് ആ ശശിയെ കൊണ്ടുപോയിട്ട് ആഭ്യന്തര വകുപ്പിന് ചുക്കാൻ പിടിക്കുന്ന സെക്രട്ടറി ആക്കി വെച്ചിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ ന്യായീകരണം പറഞ്ഞാൽ അത് മുഴുവൻ വിശ്വസിക്കുന്നവരാണോ ഞങ്ങളെന്നാണോ നിങ്ങൾ കരുതിയത്? അത് മാത്രമല്ല, ഈ ആരോപണം വന്ന മൊമെന്റിൽ ഈ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? ഞങ്ങൾ കേസൊന്നും എടുക്കില്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ പോകുന്നില്ല എന്നല്ലേ ഈ മുഖ്യമന്ത്രി പറഞ്ഞേ? സജി ചെറിയാൻ പറഞ്ഞത് എന്താ? അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സംഭവം നടക്കാൻ ഇവിടെ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അന്നേരമൊന്നും പ്രേംകുമാർ മാഷിന്റെ വായിൽ ഒരു ന്യായീകരണവും ഞങ്ങൾ കണ്ടില്ലല്ലോ. പിന്നെ മുഖ്യമന്ത്രിയുടെ എന്തോ ഒരു പ്രത്യേക പ്രിവിലേജിന്റെ പുറത്താണ് ഇപ്പോൾ ഈ നടിമാർക്കൊക്കെ ധൈര്യം കിട്ടിയതെന്ന് പറഞ്ഞാൽ 4.5 കൊല്ലമായി ഈ റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിൽ വെച്ചിട്ട് ആ റിപ്പോർട്ടിന്മേൽ അടയിരുന്ന് 4.5 കൊല്ലമായി ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. താങ്കൾ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയാനുണ്ട്. ശ്രീമതി പ്രമീള ദേവി, ഈ തീരുമാനം നാളെ ഉണ്ടാകും മുകേഷിന്റെ കാര്യത്തിൽ എന്നുള്ളതാണ് നിലവിൽ CPMന്റെ യോഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. CPM അത് ഔദ്യോഗികമായി പറഞ്ഞിട്ടൊന്നുമില്ല. എന്നിരുന്നാലും മുകേഷിനെ നിലനിർത്താനുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണോ, മുകേഷ് രാജിവെക്കണമെന്ന തീരുമാനം ഉണ്ടാകുമെന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? ഞാൻ പ്രതീക്ഷിക്കുന്നത് മുകേഷ് രാജിവെക്കണമെന്ന തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ്. അത് പൂർണ്ണ മനസ്സോടെ CPM കൈക്കൊള്ളുന്ന തീരുമാനമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിൽ പോലും മുകേഷിനെ രാജിവെക്കാതെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു പശ്ചാത്തലമുണ്ടായിട്ടുണ്ട്. ഇത്രയും ദിവസം കോൺഗ്രസിൻ്റെ MLA-മാർക്കെതിരെ സമാനമായ ആരോപണമുണ്ടായപ്പോൾ അവർ രാജിവെച്ചൊഴിഞ്ഞില്ല, തുടരുകയാണ് പദവിയിൽ ചെയ്തത് എന്ന തൊടുന്യായം കൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനാണ് CPM ശ്രമിച്ചതെങ്കിൽ
ഇവിടെ ശ്രീ പ്രേംകുമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതുപോലെ ഇടതുപക്ഷം വ്യത്യസ്തമാണ്, കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായൊരു DNA ആണ് അതിനുള്ളത് എന്ന് തെളിയിക്കേണ്ടുന്ന ബാധ്യത, അത് സമൂഹത്തിന് പകർന്നു കൊടുക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം CPM-ന് തീർച്ചയായും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്ക് പ്രത്യേകിച്ചും ശ്രീമതി ആനി രാജ, ശ്രീമതി ബൃന്ദ കാരാട്ട് എന്നിവർ നിസ്തർക്കമായ ഭാഷയിൽ, ശക്തമായ ഭാഷയിൽ ഒരു താക്കീത് എന്ന വണ്ണം ശ്രീ മുകേഷ് രാജിവെക്കണം എന്ന് പറഞ്ഞ നിലയ്ക്ക് അതിൽ നിന്നൊരു പിന്നാക്കം പോകൽ ശരി, സർക്കാർ ആ നിലപാടെടുക്കും എന്നാണ് BJP-യും പ്രതിപക്ഷമെല്ലാം പ്രതീക്ഷിക്കുന്നത്. വളരെയധികം പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും